വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പോസ്റ്റർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അതെ, ആ ഒരു പോലീസ് ജോബ് അല്ലെങ്കിൽ ആ ഒരു CPO WCPO എക്സാം വന്നു കഴിഞ്ഞു. അടുത്ത ആ ഒരു മാസം കൊണ്ട്, അടുത്ത മാസം അല്ലേ, ഒരു മാസമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ഒരു മാസം കൊണ്ട് നമുക്ക് എങ്ങനെ പഠിക്കാം, നമുക്ക് നോക്കാം എങ്ങനെ പഠിക്കാമെന്ന്. അതായത് നമ്മുടെ പലരുടെയും ഒരു ഡ്രീം ആയിരിക്കും, ഡ്രീം ജോബ് ആയിരിക്കാം ഈ പോലീസ് എന്നുള്ളത്. ഒരു കാക്കി യൂണിഫോം അല്ലെ, യൂണിഫോം ജോബ് എന്നുള്ളത് നമ്മുടെ പലരുടെയും ഒരു സ്വപ്നമായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ഇറങ്ങിച്ചെന്ന് സമൂഹത്തോട് ഇടപഴകിക്കൊണ്ടുള്ള വേറൊരു ജോബും നമുക്ക് വേറെ ഇല്ല അല്ലെ, പലരുടെയും സ്വപ്നമാണ്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് എങ്ങനെ എടുക്കാം? നമുക്ക് ഒരു മാസം ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. കറക്റ്റ് ആ ഒരു മാസം ഉള്ളൂ. ജൂണിൽ നമുക്ക് എക്സാം വരും. ഇതിൽ പലരും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചിലപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ പഠിച്ച് പകുതി വഴി നിർത്തിയവരായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണമെന്ന് കൺഫ്യൂഷൻ. കുറച്ച് അവിടെ പഠിക്കും, കുറച്ച് ഇവിടെ പഠിക്കും. പല റാങ്ക് ഫയൽ ഉണ്ട്, പല റാങ്ക് ഫയൽ നോക്കും. അപ്പൊ പലർക്കും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരായിരിക്കും. എവിടെ നിന്ന് തുടങ്ങണം, അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ ആ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകണം, ഇത് ഒരു മാസം കൊണ്ട് തീരുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരായിരിക്കും നിങ്ങൾ പലരും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ക്രാഷ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ടൈം ടേബിൾ, വളരെ കൃത്യമായിട്ടുള്ള ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു മാസം കൊണ്ട് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം. ഇനി അത് ക്രാഷ് കോഴ്സ് ആണെന്ന് ഓർത്ത് അയ്യോ ക്രാഷ് കോഴ്സ് ആണല്ലോ, ഒരു മാസം കൊണ്ട് എങ്ങനെ പഠിക്കുമെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. നമുക്ക് വളരെ കറക്റ്റായിട്ട് എല്ലാ സിലബസും ഫോളോ ചെയ്തുകൊണ്ടുള്ള ആ ഒരു ടൈം ടേബിൾ തന്നെയാണ് നമുക്ക് പോകുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നമുക്ക്. അതായത് നമുക്ക് അതിനകത്ത് വരുന്ന റിവിഷൻസുകളുണ്ട്, റിവിഷൻ ഉണ്ട്, എക്സാംസുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്ന ലൈവ് ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ടോപ്പിക്കിൽ പറഞ്ഞ എല്ലാ സിലബസും കവർ ചെയ്ത് കൊണ്ടുപോകുന്ന റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട്, ഒരു മെന്റർ ഉണ്ട്. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയതാണ് ഈ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ ഒരു ടൈം ടേബിൾ. ആ ഒരു 30 ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ്. എന്താണ് ആ ഒരു ടൈം ടേബിൾ എന്ന് നോക്കാം. എങ്ങനെയാണ് ആ ഒരു ടൈം ടേബിൾ മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ പ്രത്യേകതകൾ നോക്കാം. അപ്പൊ നോക്കിക്കോളാം, നമ്മുടെ CPO WCPOന്റെ ക്രാഷ് കോഴ്സിന്, അതായത് 30 ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതിനകത്ത് ഡേ 1 തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയാസ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അല്ലെ. ഏതാണ്? കേരള ചരിത്രം. അതിൽ നമ്മൾ ആദ്യമേ തൊട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ആ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്ന യൂറോപ്യന്മാരുടെ വരവ് തൊട്ട്, അതുപോലെ തന്നെ ജോഗ്രഫി, നെക്സ്റ്റ് വരുന്ന ജോഗ്രഫി ആണ്. അത് കഴിഞ്ഞിട്ട് എക്കണോമിക്സ് ആണ്. ഇനി അതുപോലെ തന്നെ വരുന്നത് എന്താണ്? പൊളിറ്റിക്കൽ സയൻസിലെ ഭരണഘടന. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ്. അത് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഡേ 2 നമ്മൾ എന്ത് പഠിക്കും? നമ്മൾ ആ ഒരു മറ്റ് സബ്ജക്റ്റുകളായിട്ടുള്ള മലയാളം, അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്സ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സ്പെഷ്യൽ ടോപ്പിക്സുകൾ, അതിനകത്ത് വരുന്ന ആ ഒരു പഞ്ചവത്സര പദ്ധതികൾ, ഇന്ത്യൻ ഭരണഘടന, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഡേ 3 നോക്കിക്കേ. ഡേ 3 എന്താണ്? നമ്മൾ അഗെയിൻ വീണ്ടും വരാണ് അല്ലേ. കേരള ചരിത്രം, അതുപോലെ തന്നെ ഏതാണ്? എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഇതെല്ലാം വരുന്നു പോകുന്നുണ്ട്. അങ്ങനെ ഡേ 1, ഡേ 2, 3, അതുപോലെ തന്നെ ഡേ 4, അങ്ങനെ നമ്മുടെ ആ ഒരു സിലബസ് ഡേ 30 വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സുകളോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് ലൈവ് ക്ലാസ്സുകൾ വരും. അതുപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസുകൾ, മോഡൽ എക്സാംസുകൾ വരും. അങ്ങനെ ലാസ്റ്റ് ഡേയ്സിൽ എന്താണ്? നമുക്ക് റിവിഷൻ ഡേയ്സുകൾ, റിവിഷൻ എക്സാംസുകൾ, ആ മെയിൻ എക്സാംസിന് പോലെ തന്നെ റിവിഷൻ എക്സാംസുകൾ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഡേ അത്രയും ആ ഒരു ദിവസം കൊണ്ട്, ആ ഒരു അപ് ടു എക്സാം കൊണ്ട് നമുക്ക് എങ്ങനെ സിലബസ് കവർ ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോഴേ പ്ലാൻ ചെയ്ത് അല്ലേ, ഡേ 1 തൊട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ ഒരു 30 ഡേയ്സിന്റെ ടൈം ടേബിൾ നിങ്ങളുടെ അപ് ടു എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും
മറ്റ് റാങ്ക് ഫയലുകളെയോ അതുപോലെ തന്നെ നമുക്ക് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടെ നിന്ന് പഠിക്കണം, അതുപോലെ തന്നെ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ള യാതൊരുവിധ കൺഫ്യൂഷൻ നമുക്ക് ഈ ടൈം ടേബിൾ കണ്ടാൽ അറിയില്ല, അത് നമുക്ക് ഉണ്ടാകില്ല. കാരണം എന്താ, നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടൈം ടേബിൾ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സുകൾ, ഓരോ ടോപ്പിക്സുകൾ കവർ ചെയ്ത് തന്നെയാണ് ഈ ടൈം ടേബിൾ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളെല്ലാം തന്നെ ആ ഒരു നിങ്ങൾക്ക് തരുന്ന റെക്കോർഡിംഗ് ക്ലാസ്സുകളെല്ലാം തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫുള്ളി ആ ഒരു PDF നോട്ട് അടക്കം റെക്കോർഡിംഗ് ക്ലാസ്സുകളാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കാനായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നവർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് 30 ഡേയ്സ് നമുക്ക് പഠിച്ച് ക്രാക്ക് ചെയ്യാൻ, എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന ജോലിയാണ് അല്ലേ ഒരു യൂണിഫോം ജോലി, അല്ലെങ്കിൽ ഒരു പോലീസ് ജോലി എന്നൊക്കെ പറഞ്ഞാൽ പലരുടെയും ഡ്രീമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഉറക്കമുണച്ചിരുന്ന് പഠിക്കുന്നത്, വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു ചെയ്തിട്ട് നടക്കാത്തതായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ, അതായത് അവർ സിലബസ് അറിയുന്നില്ല, അതുപോലെ തന്നെ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇല്ല എന്നുള്ളതാണ് ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവരുടെ ആ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിടത്തോളം. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യണേ, അല്ലെങ്കിൽ ഇവിടെ എന്താണ് നമുക്കത് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. നമുക്ക് നന്നായി പഠിച്ചു പോകാം, നല്ല മെൻ്റൽ സപ്പോർട്ടോട് കൂടി, നല്ല ടെക്നിക്കൽ സപ്പോർട്ടോട് കൂടി തന്നെ പഠിച്ചു പോകാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ താങ്ക് യു.